ഇനി കുറച്ചാഴ്ചകൾ, കൃത്യമായി പറഞ്ഞാൽ 21 ദിവസങ്ങളാണ് ലോക ഫുട്ബോൾ മാമാങ്കത്തിന് തിരശ്ശീല ഉയരാനായി ബാക്കിയുള്ളത്. അപ്പോഴും ലോകകപ്പ് മത്സരങ്ങൾ ഇന്ത്യയിൽ സംരക്ഷണം ചെയ്യുന്നതിനെ ചൊല്ലിയുള്ള അനിശ്ചിതത്വങ്ങൾ തുടരുകയാണ്. 2026 ഫിഫ ലോകകപ്പ് പടിവാതിക്കലെത്തി നിൽക്കെ സംരക്ഷണാവകാശം ഏറ്റെടുക്കാൻ തങ്ങൾ ഉത്തരവാദിത്തമില്ലെന്ന് ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുകയാണ് പ്രസാദ് ഭാരതി. ഏറ്റവും പ്രധാനമായി ഫിഫ ആവശ്യപ്പെടുന്ന ഉയർന്ന തുകയും ഒപ്പം മത്സരക്രമവും ചൂണ്ടിക്കാട്ടി പ്രമുഖ ചാനലുകൾ പിൻവലിഞ്ഞതോടെയാണ് പ്രതിസന്ധി ഉടലെടുത്തത്. 2026 ലോകകപ്പിന്റെയും 2030 ലോകകപ്പിന്റെയും സംരക്ഷണത്തിനായി ഏകദേശം $100 ദശലക്ഷം ഫിഫ ആവശ്യപ്പെട്ടത്. എന്നാൽ സംരക്ഷണത്തിനായി ആരും മുന്നോട്ട് വരാതായതോടെ 100 ദശലക്ഷം എന്നത് $35 ദശലക്ഷം കുറച്ചിരുന്നു. ഇതിനിടെ സംരക്ഷണത്തിനായി ജിയോ സ്റ്റാർ $20 ദശലക്ഷം ലേലത്തുക ഫിഫ നിരസിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ലോകകപ്പിലെ പ്രധാന മത്സരങ്ങൾ ദൂരദർശൻ, DD സ്പോർട്സ് എന്നീ ചാനലുകളിലൂടെ സൗജന്യമായി കാണിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് പ്രസാദ് ഭാരതി നിലപാട് വ്യക്തമാക്കിയത്. ജൂൺ 12-ന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നിവിടങ്ങളിലായാണ് 2026 ഫിഫ ലോകകപ്പ് അരങ്ങേറുന്നത്. ഇന്ത്യൻ സമയം അതിരാവിലെയോ അർദ്ധരാത്രിയോ ആയി മത്സരങ്ങൾ നടക്കും. ജൂൺ 12-ന് ആതിഥേയരായ മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും തമ്മിലും സൗത്ത് കൊറിയയും ചെക്ക് റിപ്പബ്ലിക്കും തമ്മിലാണ് ആദ്യ ദിനത്തിലെ മത്സരങ്ങൾ. പക്ഷേ സംരക്ഷണം എവിടെയെന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല.